ഹലോ അസ്സാം വലൈക്കും. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഒരു ചെറിയൊരു പരിപാടിക്കാണ്. അപ്പം നമ്മൾ എന്താ പറയുക, കസിൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രൂം ടു ബി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോവുകയാണ്. ഞാൻ രാവിലെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഓൾമോസ്റ്റ് സെറ്റ് ആവുന്നേ ഉള്ളൂ, മുഴുവനായിട്ടില്ല. പിന്നെ ഓരോരുത്തർ വരുന്നേ ഉള്ളൂ. അപ്പം വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് സംഭവങ്ങളൊക്കെ തീർക്കണം. അപ്പം ഇവിടെ രണ്ട് തീമാണ് വിചാരിക്കുന്നത്. ഒന്ന് കോമൺ ആയിട്ട് നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുള്ളതും, പിന്നെ ഉള്ളത് ജസ്റ്റ് ഒരു പണി കൊടുക്കുന്നുള്ള രീതിക്ക് ഒരു ചെറിയൊരു അറേഞ്ച്മെൻറ്റ്. അപ്പം അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഓരോന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മൾ പണി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതാ ടേബിളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എൻ്റെ മുന്നേ ഇതൊക്കെ കണ്ടാൽ എനിക്ക് വയ്യ. അപ്പോൾ ഇത് വീഡിയോ എടുക്കുന്ന അറിയാണ്ട് പെട്ടുപോയതാണ്, അറിഞ്ഞപ്പോൾ മാറി. പിന്നെ ഇവിടെയാണ് നമ്മൾ ഒറിജിനൽ ഗ്രൂം ടു ബി അറേഞ്ച് ചെയ്യുന്നത്. അപ്പം ഇതിവിടെ മറ്റത് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മൊത്തത്തിലൊരു ബ്ലാക്ക് ആയിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരു ഓഫ് വൈറ്റ് ഷോള്, പാൻറ്റ് അങ്ങനെയൊക്കെ. അപ്പം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ റെഡിയാക്കി ഓരോ വിളിക്കുകയാണ്. അപ്പം ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ കാത്തിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ കുട്ടികളെ മക്കളൊക്കെ സെറ്റാക്കി, കയ്യിൽ കുറേ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ വലിയൊരു ലുക്ക് തോന്നണില്ലെങ്കിലും വീഡിയോ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ ആകുമ്പോൾ, ഞാൻ പറയുന്നതിൻ്റെ ഇടയിൽ കട്ടാക്കിയത് വേറൊന്നുമല്ല. ഈ ഒരു ഭാഗം നിങ്ങൾ നോക്കാം. സംഭവം നൈസായിട്ട് ചീറ്റിയുണ്ട്. കാരണം അല്ലെങ്കിലും ആവശ്യമുള്ള സമയത്ത് പൊട്ടാത്തൊരു സംഭവമാണ്. അതിൻ്റെ പേരെന്തൊക്കെയാണ് അറിയില്ല. അപ്പം രണ്ടാമത് വീണ്ടും ഒരു റീ എൻട്രി കൊടുക്കുകയാണ് നമ്മൾ. അതിൽ ഫെയിലാവോ അല്ലെങ്കിൽ സക്സസ് ആവോ എന്നുള്ളത് നമുക്ക് നോക്കാം. കുറേ എല്ലാവരും ഏകദേശം ചമ്മിപ്പോയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് വീണ്ടും ഗേറ്റ് കടിച്ച് രണ്ടാമത് വീണ്ടും ഒരു എൻട്രി കൊടുക്കുകയാണ്. നോക്കാം. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇതുപോലെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ ഫ്ലോപ്പ് ആവലൊക്കെ ഉണ്ട്, സ്വാഭാവികം. പിന്നെ അത് കഴിഞ്ഞ് ബൊക്കയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. ഉണ്ടാക്കിയ സാധനം കൊടുക്കണമല്ലോ. അപ്പോൾ കഴിഞ്ഞ് പിന്നെ നമ്മൾ പണി കൊടുക്കുന്ന ആ ഒരു സംഭവത്തിലേക്ക് പോവുകയാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ കേക്കിന് പകരം വത്തക്കയാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യാൻ നല്ല അടിപൊളി കത്തിയൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ലൈവായിട്ട് കാണുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറമാൻ തൊട്ടപ്പുറത്തുണ്ട്. കണ്ടോ, ആ ഒരു നമ്മളെ കളറിലൊന്നും പെടാത്ത വേറെ ഷർട്ടിട്ട കളറ് ഇല്ലേ, അതാണ് നമ്മളെ ക്യാമറമാൻ. അപ്പം വീഡിയോ മൂപ്പര് എടുക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ നൈസായിട്ട് ഞാനും എടുക്കുകയാണ്. പിന്നെ നമ്മൾ കേക്ക് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കേക്ക് വെക്കുമ്പോഴുള്ള കുറേ വീഡിയോസും കാര്യങ്ങളും പിന്നെ വീഡിയോ ഒക്കെ എടുക്കാനുള്ള ഓരോ പോസ്റ്റൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വീഡിയോയിൽ വരുന്നുണ്ട്. ഇതിങ്ങനെ നോക്കുമ്പോൾ വലിയൊരു ലുക്ക് തോന്നുന്നില്ല. പക്ഷേ വീഡിയോയിൽ ആ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ DJ ഒക്കെ അതിനകത്ത് കുത്തി കയറ്റുമ്പോൾ സംഭവം നല്ല കളറാവുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഹായ് പറയേ. പിന്നെ ഇതൊക്കെ തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് പറയാനായിട്ട് കൂടുതലൊന്നുമില്ല. പറഞ്ഞ് ഇനി വേറെ പ്രത്യേകിച്ച് പറയാൻ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒരു സംഭവം തന്നെ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഫോട്ടോസ് എടുക്കുന്നത്, വീഡിയോസ് എടുക്കണേ, കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പായസം ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി സെമി പായസം ഉണ്ട്, അത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഏറ്റവും ലാസ്റ്റിക്ക് വന്നതാണ്. ഇതെന്താ സംഭവം എന്നുള്ളത് ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തോ മെഴുകുതിരി കത്തിച്ച് അതിനകത്തുനിന്ന് കളറിൻ്റെ
പുകയൊക്കെയില്ല അതൊക്കെ വരുന്നത്, നീല കളറ് പച്ച കളറ്. അപ്പം ഇത് മുമ്പിൽ വീഡിയോ എടുക്കുന്നുണ്ട്, നമ്മളോടൊക്കെ പുറകെ വരാൻ പറഞ്ഞത്. അപ്പം ഞാൻ നൈസായിട്ട് പുറകുന്ന വീഡിയോ എടുത്തു, മുന്നിൽ നിന്ന് എടുക്കാൻ വയ്യല്ലോ, മുന്നിലേക്ക് പോയാലും ഒരു അതിനകത്തൊക്കെ കൊണ്ടുപോയതല്ല എന്നെ പിന്നെ ഇതിന് മുന്നിലേക്ക് വരുന്നതെന്ന് ചോദിച്ചാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുറകുന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും കമൻ്റൊക്കെ പറയുന്നതാണ്. പിന്നെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വേറൊരു വീട്ടിലേക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പോവാണ്. വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി വീടാണ് സത്യം പറഞ്ഞാൽ. എവിടെയാണോ ആ ഒരു വീട് കിടക്കുന്ന നേരം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണും, നല്ല അടിപൊളി വീട് ആണ്. അപ്പം നമ്മൾ അവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എങ്ങട്ടാ പോണേ? എന്നിട്ടെന്തോ ഓൻ ആട്ട് കൊണ്ട് പിന്നെ ഞങ്ങൾക്ക് നല്ല ടൈമിങ് ആയതുകൊണ്ടാണ് തോന്നുന്നത് നമ്മളവിടെ കയറലും നല്ല കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ കുട്ടികളൊക്കെ അപ്പോൾ അവിടെ കുറേ ഇരിക്കാനും ഒക്കെ എന്തൊക്കെ ഒരു വീടിൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കാണാം, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ പിന്നെ ഇത് വൈൻഡപ്പാണ്, കഴിഞ്ഞുണ്ട് സംഭവം. നല്ല അടിപൊളിയായിട്ടുണ്ട്, നമ്മൾ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ടുണ്ട്. ഞങ്ങളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോവുകയാണ്. എല്ലാവരും ടാറ്റ പറഞ്ഞിട്ടൊക്കെ